ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഇന്നലെയുമായി തെലുങ്ക്, തമിഴ്, മലയാളം എന്നിങ്ങനെ വിവിധ ഭാഷകളായി തിയേറ്ററിലെത്തിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ സംബന്ധമായ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ശിവകാർത്തികേയൻ നായകനായി സുധാ കൊങ്ങര തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്ന് ജനുവരി 10 ശനിയാഴ്ച പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പരാശക്തി. കേരളം ഉൾപ്പെടെ മികച്ച പ്രമോഷനുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ രവി മോഹൻ, അഥർവ, ശ്രീലീല എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 50 ലക്ഷം റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. തമിഴ്നാട് കളക്ഷനായി ആദ്യ ദിവസം 14-15 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 28 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. നിഖില വിമൽ നായികയായി ഫെബിൻ സിദ്ധാർത്ഥ് സംവിധാനം ചെയ്ത പെണ്ണുകേസ് എന്ന മലയാള സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. അജു വർഗീസ്, രമേശ് പിഷാരടി, ഇർഷാദ്, ഹക്കിം ഷാ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 32 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 ലക്ഷം റേഞ്ചിലുമാണ്. പ്രഭാസ് നായകനായി മാരുതി തിരക്കഥ സംവിധാനം ചെയ്ത് ഇന്നലെ ജനുവരി 9 വെള്ളിയാഴ്ച പൊങ്കൽ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് രാജാസാബ്. കേരളത്തിൽ ആദ്യ ദിവസമായ ഇന്നലെ വെള്ളിയാഴ്ച ഈ സിനിമ 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 75 കോടിക്ക് മുകളിൽ ആദ്യ ദിവസം കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി 100 കോടിക്ക് മുകളിൽ നേടിയെടുത്തിരുന്നു. എന്നാൽ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട് സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ 112 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി രണ്ടാം ദിവസമായ ഇന്ന് ശനിയാഴ്ചയിലെ ഈ സിനിമയുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ കേരളം ഉൾപ്പെടെ മിക്കവാറും എല്ലാ മേഖലയിലും കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് 12 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 27 ലക്ഷത്തോളമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിലാണ്. ആദ്യ 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 135 കോടിയോളം രൂപയാണ് ഈ സിനിമ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം നേടിയെടുത്തിട്ടുള്ളത്. നിവിൻ പോളി നായകനായി അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത സർവമായ തിയേറ്ററിലെത്തിയിട്ട് മൂന്നാമത്തെ ശനിയാഴ്ച കൂടിയ 17 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. സിനിമ ഇന്നലെ വരെയുള്ള 16 ദിവസം കൊണ്ട് കേരളത്തിൽ 60 കോടിയോളം രൂപയാണ് കളക്ട് ചെയ്തത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 2,50,00,000 മുകളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 17 ദിവസം കൊണ്ട് കേരളത്തിൽ 62.5-63 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 126 കോടി റേഞ്ചിലുമാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 36 ദിവസം കൊണ്ട് കേരളത്തിൽ 7,60,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 36 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 952,50,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 286,50,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 1,239 കോടി രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. ശ്രീറാം രാഘവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജനുവരി 1 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ഇക്കീസ്. അഗസ്ത്യനന്ദ, ധർമ്മേന്ദ്ര, സിമർ ഭാട്ടിയ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ വെള്ളിയാഴ്ച വരെയുള്ള 9 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 32 കോടി രൂപയാണ്. ഓവർസീസ് കളക്ഷനായി $3,87,000 കളക്ട് ചെയ്തിട്ടുണ്ട്. അതായത് 3,49,00,000 രൂപ. ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 35,50,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 60 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി ഇതുവരെ ലഭിച്ചിട്ടുള്ളത് 17 കോടി രൂപ മാത്രമാണ്. ജയസൂര്യ നായകനായി മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ആട് 3. വിജയ് ബാബു, വേണു കുന്നപ്പള്ളി എന്നിവർ നിർമ്മിച്ച ഈ സിനിമയിൽ സൈജു കുറുപ്പ്, വിനായകൻ, സണ്ണി വെയിൻ, ധർമ്മജൻ, വിജയ് ബാബു, ഫഹദ് മാനുവൽ, വിനീത് മോഹൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് കടന്നിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമ ടോക്സിക്, ദുരന്തർ 2 എന്നിവയ്ക്കൊപ്പം മാർച്ച് 19 തിയേറ്ററിലെത്തും എന്നാണ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ചിരഞ്ജീവി നായകനാകുന്ന മന ശങ്കരവര പ്രസാദ് ഗുരു എന്ന തെലുങ്ക് സിനിമ പൊങ്കൽ സംക്രാന്തി റിലീസായി നാളെ ജനുവരി 12 ഞായറാഴ്ച തിയേറ്ററിലെത്തുകയാണ്. ചിത്രം തിരക്കഥ സംവിധാനം ചെയ്തിരിക്കുന്നത് അനിൽ രവിപുടിയാണ്. വെങ്കിടേഷ്, നയൻതാര എന്നിങ്ങനെയാണ് മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. സിനിമയുടെ പ്രീസെയിൽ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ 10 കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.